ഹലോ, എന്തെല്ലാം വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? വാഗമണ്ണിലേക്കുള്ള യാത്ര പോയി വന്നതിന് ശേഷം അവസരം കിട്ടുമ്പോൾ ഇനിയും അതുപോലുള്ള യാത്രകൾ പോകണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ആ യാത്രകളും അനുഭവങ്ങളും എല്ലാം അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നിരിക്കുകയാണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത്തവണ നമ്മൾ പോകുന്നത് ഇടുക്കിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇത്തവണ യാത്രയിൽ ഞാനും ഫാമിലിയും എൻ്റെ സുഹൃത്ത് ഹംസക്കുട്ടിയും ഫാമിലിയുമാണുള്ളത്. സാധാരണ ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാറാണ് പതിവ്. യാത്രാമധ്യേ അത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കാറാണ്. പോകുന്ന വഴിയിൽ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ കണ്ട് ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. ഏകദേശം ഞങ്ങൾ ഇടുക്കിയിലെത്താനായപ്പോഴേക്കും നല്ല മഴ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടുക്കിയിലെത്തി. ആദ്യമായി ചെയ്തത് ഒരു റൂം എടുത്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഞങ്ങൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയത്. ഞങ്ങൾ ആദ്യമായി പോയത് കാൽവരി മൗണ്ട് കാണാൻ വേണ്ടിയാണ്. പോകുന്ന വഴിയിൽ വലിയ വലിയ കാറ്റാടി യന്ത്രങ്ങൾ കാണാം. ഞങ്ങൾ കാൽവരി മൗണ്ടിൽ എത്തിയപ്പോഴേക്കും മഴയ്ക്ക് നല്ല ശക്തി കൂടിയിരുന്നു. ഞങ്ങളോട് എത്തുമ്പോൾ കാണുന്നത് കാഴ്ച കാണാൻ വന്നവരൊക്കെ തിരിച്ചു പോകുന്നതാണ്. എന്നിരുന്നാലും അവിടം വരെ പോയതല്ലേ, കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. മഴ വില്ലനായി പെയ്യുന്നുണ്ടെങ്കിലും അത് കാഴ്ചയുടെ ഭംഗി കൂട്ടി അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. പക്ഷെ അവിടെ അധികം സമയം ചെലവഴിക്കാൻ പറ്റിയില്ല. മഴ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടുത്ത ലൊക്കേഷൻ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അടുത്തതായി ഞങ്ങൾ പോയത് ഇടുക്കിയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലേക്കാണ്. അവിടെയാണ് അഞ്ചുരുളി ടണൽ സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അഞ്ചുരുളി എന്ന പേര് വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ചുറ്റും നോക്കിയാൽ 5 വലിയ മലകൾ ഉരുളി കമിഴ്ത്തി വെച്ച രൂപത്തിൽ കാണാൻ കഴിയുന്നതുകൊണ്ടാണ് അഞ്ചുരുളി എന്ന പേര് വന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ടണലിൽ വെള്ളം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇറങ്ങാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ സാധിക്കില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അടുത്തതായി ഞങ്ങൾ ഇടുക്കി ഡാം കാണണമെന്ന ആഗ്രഹത്തോടു കൂടി പോയതാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും പ്രവേശന സമയം കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് എൻട്രി കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഹിൽ വ്യൂ പാർക്കിൽ കയറാമെന്ന് കരുതി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. പക്ഷേ മഴ വീണ്ടും വില്ലനായി വന്നപ്പോൾ നമുക്ക് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇതാണ് ഹംസക്കുട്ടിയുടെ മകൾ മിന്നു. മഴ കാരണം കൂടുതൽ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കുറത്തി മലകളെ ബന്ധിപ്പിക്കുന്ന ഇടുക്കി ആർച്ച് ഡാമിന്റെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നാലും കാണാൻ സാധിക്കും. ഇത് വളരെ ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹിൽ വ്യൂ പാർക്കിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് മുന്തിരിത്തോട്ടം കാണണമെന്ന ആഗ്രഹം പറഞ്ഞത്. എന്നാൽ ഓക്കെ, പോകുന്ന വഴിക്ക് മുന്തിരിത്തോട്ടം കണ്ടിട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തേനി ഡിസ്ട്രിക്റ്റിലുള്ള കമ്പത്തിലോട്ട് വിട്ടു. അവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളുണ്ടല്ലോ, അപ്പോൾ അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോകാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലെത്തി. ഇവിടങ്ങളിൽ പ്രത്യേക എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ മുന്തിരികളൊന്നും പറിക്കാൻ പാടില്ല. ഒരുപാട് ആളുകളെ അവിടെ നമുക്ക് കാണാം. അവിടുത്തെ ആളുകളും മലയാളികളും ഒക്കെ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് പറിച്ചെടുത്ത മുന്തിരിയുടെ ഫ്രഷ് ജ്യൂസ് വേണമെങ്കിൽ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം നടന്നു കണ്ടു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് സ്ഥലത്ത് മുന്തിരിത്തോട്ടങ്ങൾ മാത്രം, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു.
പിന്നെ ഇതാണ് എൻ്റെ സുഹൃത്ത് ഹംസക്കുട്ടി. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ഒരുപാട് വൈകി. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി രാത്രിയിലെ യാത്രയിൽ ഗൂഗിൾ അമ്മച്ചി കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചു. പിന്നീട് ഞങ്ങൾ റൂട്ടൊക്കെ റിക്കവർ ചെയ്തു, ഓക്കെ ആക്കി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സന്തോഷ് ജോർജ് സാറ് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു പൊട്ടക്കിണറ്റിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നലോകത്ത് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യരെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക, ലോകത്തിലെ ഈ വിശാലത കാണുക, ആഹ്ലാദത്തിന്റെ മുഹൂർത്തങ്ങളിൽ പങ്കാളികളാകുക. നമ്മുടെ മനസ്സിന്റെ താളം മാറും, ചിന്തകൾ മാറും, പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.